മത്തി ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇതുപോലൊരു മസാല തയ്യാറാക്കി നോക്കും കേട്ടോ. ഇത് ചെറിയ മത്തിയാണ്, അപ്പം നല്ല ടേസ്റ്റ് ഇല്ലാത്ത ഈ മത്തിക്ക്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ രീതി ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പച്ചമുളക്, ഇഞ്ചി, കുരുമുളക്, വെളുത്തുള്ളി, സാധാരണ കുഞ്ഞ് ഉള്ളി, അതുപോലെ തന്നെ കറിവേപ്പില, ഇത്രയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ അതുകൊണ്ട് ഇച്ചിരി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വേണം നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ വെക്കണേ, അന്നേരം നല്ലതായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പം ഒരു സ്പൂൺ വിനാഗിരിയും കൂടി ഞാൻ അരച്ചപ്പോഴത്തേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നാരങ്ങ നീരോ അല്ലെങ്കിൽ 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ നമുക്ക് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാവേ. പുരട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് അരമണിക്കൂർ ശേഷം വറുത്തെടുക്കാം. മത്തി വറുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മത്തി വറുക്കുന്ന കാണിച്ചിരുന്നേ ഉള്ളൂ കേട്ടോ. കുറച്ച് അരമണിക്കൂർ വെച്ചിട്ട് നമ്മൾ വറുത്തെടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ ആ ഫ്ലേവറൊക്കെ നിൽക്കുന്നുണ്ട്, ആ വിനാഗിരി ഒഴിച്ചതിൻ്റെയൊക്കെ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. മറ്റൊരു സജഷനുമാണ്.